പ്രണയസഖി ഭാഗം 30. ഗൗതമിന് പിന്നാലെ പൂജ അവൻ്റെ ഫ്ലാറ്റിനകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ സംശയത്തോടെ ചുമരിലേക്ക് നീണ്ടു. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ താമസിക്കാൻ എടുത്തതേ ഉള്ളൂ. അവൻ നാട്ടിലില്ല. പൂജയുടെ മനസ്സറിഞ്ഞതുപോലെ ഗൗതം പറഞ്ഞു. നിനക്ക് കുളിക്കണ്ടേ? ദാ ആ കാണുന്ന മുറിയിൽ കയറിക്കോ. എനിക്ക് വീട്ടിൽ പോകണം. വണ്ടി കവലയിലിരിക്കുക. അതെടുത്ത് ഫ്ലാറ്റിൽ കൊണ്ടുപോകണം. അതൊക്കെ എന്നാണെന്ന് വെച്ചാൽ ചെയ്യാം. തൽക്കാലം പോയി കുളിച്ചിട്ട് വാ നീ. ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. ആദ്യം ഞാൻ പറയുന്നത് കേൾക്കും. എനിക്കൊന്നും വേണ്ട. വീട്ടിലേക്ക്. നിന്നോടല്ലേടി പറഞ്ഞത് പോയി കുളിക്കാൻ. ഇനിയും എന്നെ ദേഷ്യപ്പിടിപ്പിക്കാനാണെങ്കിൽ. അവൻ അലറും പോലെ പറഞ്ഞതും പൂജ പേടിയോടെ അവൻ കാണിച്ചു കൊടുത്ത റൂമിലേക്ക് നടന്നു. അവനോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയോ ധൈര്യമോ അവൾക്കില്ലായിരുന്നു. അത്രത്തോളം തളർന്നു പോയിരുന്നു എല്ലാം കൊണ്ടും. അതിനേക്കാൾ അവൻ്റെ വാക്കുകൾക്ക് ഇന്നവളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അവിടെ മാറാനുള്ള ഡ്രസ്സുണ്ടാവും. പെട്ടെന്ന് വരണം. ഞാനിവിടെ ഉണ്ടാവും. പൂജ അകത്തേക്ക് കയറിയതും ഗൗതം പറയുന്നത് കേട്ടവൾ ഡ്രസ്സ് എവിടെയാണെന്ന് നോക്കി. ഒരു പുതിയ കവർ മേശപ്പുറത്തിരിക്കുന്ന കണ്ടവൾ അതിലേക്ക് തന്നെ നോക്കി. ഞാൻ വരുമെന്ന് നേരത്തെ കണ്ടതുപോലെയല്ലേ? പിന്നെ ഇതാർക്കു വേണ്ടി മേടിച്ചു വെച്ചതാകും? പൂജയ്ക്ക് ആകെ മൊത്തം സംശയങ്ങളായി. അവനോട് ചോദിക്കാനുള്ള ധൈര്യവുമില്ല. കൂടുതൽ ആലോചിച്ചു നിന്നാൽ അവൻ വിളിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് പൂജ പെട്ടെന്ന് കവറിനുള്ളിലെ ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. എന്തോ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയതിൻ്റെ ആശ്വാസം അവളുടെ മനസ്സിനും ശരീരത്തിനുമുണ്ടായിരുന്നു. കുളി കഴിയുമ്പോൾ കൂടെ എല്ലാത്തിൽ നിന്നും തന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ ഒരു ചുമരുകൾക്കപ്പുറം ഉണ്ടെന്നുള്ള ധൈര്യവും. എന്തൊക്കെ പറഞ്ഞാലും ഗൗതം ഇന്ന് വന്നതുകൊണ്ടല്ലേ താൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ ചെകുത്താൻ ഇന്ന് തന്നെ ശരിയാക്കിയേനെ. അവനിലെ ചെകുത്താൻ്റെ മുഖം മൂടി പൂർണ്ണമായും ഗൗതം ഇന്ന് വലിച്ചു കയറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട. തനിക്ക് കൃത്യം പാകമായ ചുരിദാറും ഇട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി നടന്നതും അടുക്കളയിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടവൾ. ഗൗതമിൻ്റെ ശബ്ദവും കേൾക്കാം. അടുത്തേക്ക് ചെല്ലുന്തോറും മനസ്സിലായി അവൻ ആരെയോ ഫോൺ ചെയ്യുവാണെന്ന്. അവളെ കണ്ടതും അവൻ പെട്ടെന്ന് കോൾ കട്ടാക്കുകയും ചെയ്തു. വാ, കയറി വാ. യുദ്ധമൊക്കെ കഴിഞ്ഞതല്ലേ? നല്ല ക്ഷീണം കാണും. ഒരു ചായ എടുത്ത് കുടിക്കേ. അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നുകൊണ്ട് പറഞ്ഞതും പൂജയ്ക്ക് പകുതി അവൻ തന്നെ കളിയാക്കി പറയും പോലെയാണ് തോന്നിയത്. അവനെ കുറ്റപ്പറയാനും പറ്റില്ല. അതുപോലെയാണല്ലോ നടന്നതൊക്കെ. തൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണ് പകുതി കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് അവൾക്ക് തോന്നി. പൂജ ഒന്നും മിണ്ടിയില്ല. സ്ലാബിന് മുകളിലിരിക്കുന്ന ചായക്കപ്പെടുത്ത് ചുണ്ടോടെ അടുപ്പിച്ചവൾ. അവൻ ചപ്പാത്തി ചൂടാക്കാൻ വെക്കുന്നത് കണ്ടവൾ അവൻ ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു. ഞാൻ സഹായിക്കണോ? കുറച്ചു നേരം നിൽപ്പ് കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു. വേണ്ട. ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് എനിക്കിതൊക്കെ ശീലമാണ്. എന്നും ആരെങ്കിലും കൂടെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. തന്നെയാവും ചിലപ്പോഴൊക്കെ. അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. അവനോട് എന്തു പറഞ്ഞ് സംസാരിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ചായ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അവൾ പതിയെ മൂളി. കഴിക്കാൻ ചപ്പാത്തി മതിയോ? അതോ വേറെന്തെങ്കിലും ഓർഡർ ചെയ്യണോ? എനിക്കറിയില്ല നിനക്ക് എന്താ ഇഷ്ടമെന്നൊന്നും. പരസ്പരം ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞുള്ള ഒരു ബന്ധമൊന്നും ആയിരുന്നില്ലല്ലോ കഴിഞ്ഞ കാലത്തിൽ തങ്ങളുടേത്. വേണ്ട, മതി. അവർക്കിടയിൽ പിന്നെ ഒന്നും സംസാരിക്കാനില്ലാത്തതുപോലെ തികച്ചും നിശബ്ദതയായിരുന്നു. അവനൊപ്പം കഴിക്കാനിരുന്നപ്പോഴും അവൻ തിരിച്ചോ ഒന്നും ചോദിച്ചില്ല. കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം അവൻ ഹാളിൽ ലാപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവളാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവനെ നോക്കി കുറച്ച് മാറി നിൽക്കുവാണ്. പൂജ എന്താ അവിടെ നിൽക്കുന്നേ? ഇവിടെ ഇരിക്കുക. പൂജ മടിച്ചാണേലും അവനടുത്തായി സോഫയിൽ വന്നിരുന്നു. പൂജയ്ക്ക് എന്നോടൊന്നും ചോദിക്കാനും പറയാനുമില്ലേ? കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഒന്നുമില്ലേലും ഞാൻ നിൻ്റെ ഭർത്താവല്ലേ? അവളെ തന്നെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. പൂജയ്ക്ക് അവൻ്റെ നോട്ടവും ചോദ്യവും ഒരു നിമിഷം ആകെ പരവേശമായി. ഇത്രയും അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും തങ്ങൾക്കിടയിൽ ആദ്യമാണ്. എന്താ പൂജ? ഓ, മറന്നു. നീ എന്നെ ഈ നിമിഷം വരെ ഓർത്തുപോലും കാണില്ല അല്ലേ? അവൻ്റെ മുഖത്തൊരു നിരാശ നിറയുന്നത് പൂജ കണ്ടു. അങ്ങനെയല്ലെന്ന് അവനോട് പറയണമെന്നുണ്ടെങ്കിലും എങ്ങനെ പറയുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. സാരമില്ല, താൻ പോയി കിടന്നു. നാളെ രാവിലെ പോകാം. അത്രയും പറഞ്ഞിട്ട് ഗൗതം അവൻ്റെ റൂമിലേക്ക് പോകാനായി എഴുന്നേറ്റു. അവളിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് ഒന്നും കേൾക്കാതിൻ്റെ നിരാശ അവൻ്റെ മുഖത്തുണ്ട്. ഗൗതം എന്തോ ഉൾപ്രേരണയിൽ അവൾ അവനെ പിന്നിൽ നിന്ന് വിളിച്ചതും ഗൗതം തിരിഞ്ഞവളെ നോക്കി. എന്താ? സോറി. ഞാൻ കാരണം ഗൗതം ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? എന്നും എനിക്കൊപ്പം നിന്നിട്ടേ ഉള്ളെന്ന് എനിക്കറിയാം. ഇപ്പോഴും എന്നെ രക്ഷിക്കാൻ ഗൗതം തന്നെ വരേണ്ടി വന്നു. ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ലല്ലോ. അതുപോലെയാണ് എൻ്റെ കാര്യവും.
അവനൊന്നും മിണ്ടിയില്ല. കുറച്ചു നേരം ഇവിടെ ഇരിക്കാമോ, തിരക്കില്ലേ? പൂജ പറഞ്ഞതും ഗൗതമിൻ്റെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു. ഇത്രയും നേരമുണ്ടായിരുന്ന നിരാശ ഇപ്പോൾ അവൻ്റെ മുഖത്തില്ല. തന്നെ കേൾക്കാനായി ക്ഷമയോടെ ഇരിക്കുന്നവനെ അവളൊന്ന് നോക്കിക്കൊണ്ട് ശ്വാസമൊന്ന് വലിച്ചുവിട്ടു. എന്താടോ, എന്താണേലും പറഞ്ഞോ താൻ കണ്ടിട്ടുള്ളിൽ നിന്ന് മറ്റൊരാളായി സംസാരിക്കുന്ന ഗൗതമിനോട് അവൾക്ക് വല്ലാത്ത അടുപ്പം തോന്നി. കഴിഞ്ഞ കാലത്തിൽ ഒരിക്കൽ പോലും ഗൗതം ഇങ്ങനെ തന്നോട് സംസാരിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തു. ആദ്യം മുതലേ അവൻ ഇങ്ങനെയായിരുന്നിൽ ഇന്നത്തെ ദിവസം തൻ്റെ ജീവിതത്തിൽ ഒരനാവശ്യ അധ്യായം ഉണ്ടാകില്ലായിരുന്നെന്ന് അവൾക്ക് തോന്നി. ഗൗതമിന് അറിയോ, ഇപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും എന്നോട് പറഞ്ഞിരുന്നിൽ എന്നെ ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നിൽ ചിലതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ പൂജ. തന്നെ ഇനി കിരൺ ശല്യം ചെയ്യില്ല. അവനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവൻ നിൻ്റെ പിന്നാലെ വരില്ല. ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അതുകൊണ്ട് നീ ഇനി ഒന്നിനും പേടിക്കേണ്ട ആരെയും. അവൻ പറഞ്ഞതൊക്കെ താനും കേട്ടിരുന്നു. അവൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് കരുതി അവൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാനും ഇവിടേക്ക് വന്നിരുന്നു. ഏത് നിമിഷവും അവൻ എന്നെ എന്തേലും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഗൗതം പറയുന്നതൊക്കെ കേട്ട് പൂജയുടെ മനസ്സിൽ ആ നിമിഷം ഒരിക്കൽ കൂടി കടന്നു വന്നു. അവൾക്ക് ചെറിയൊരു പേടി തോന്നി. എനിക്കറിയാമായിരുന്നു അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന്. അവൻ്റെ കൂടെയുള്ള സ്വാമുവൽ കുറച്ചു നാളായി എൻ്റെ ആളാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അവനെ വിലക്കെടുത്തെന്ന് പറയാം ഞാൻ. ഗൗതം മുറുകിയ സ്വരത്തിൽ പറഞ്ഞത് പൂജ അവനെ അതിശയത്തിൽ നോക്കി. അവൻ അപ്പോൾ തൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലേ, പൂജ മനസ്സിലോർത്തു. നീ എന്താ കരുതിയത്? നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ ഗൗതം നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞെന്നോ? അവളുടെ മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് ഗൗതം അവളോട് പറഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ പറഞ്ഞതും പൂജ പിടപ്പോടെ മുഖം മാറ്റി. നിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നുള്ളത് നേരാ. പക്ഷേ നിന്റെ പിന്നാലെ എൻ്റെ കണ്ണുകൾ എപ്പോഴും ഉണ്ടായിരുന്നു, ഒരു നിഴല് പോലെ നിന്നെ സംരക്ഷിച്ചുകൊണ്ട്. നീ ഹിരണിയുടെ കൂടെയുണ്ടെന്ന് കണ്ടപ്പോൾ നിന്നെ അകലെ നിന്ന് കണ്ടിട്ടു പോകുമായിരുന്നു. തൽക്കാലം ഇങ്ങനെയൊരു മാറ്റം നമുക്ക് രണ്ടുപേർക്കും നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ മുന്നിൽ വരാതെ മാറി നിന്നത്. പരസ്പരം അറിയാനും രണ്ടുപേർക്കും അവരുടെ ഭാഗത്തെ തെറ്റുകൾ മനസ്സിലാക്കാനും ഒരു അവസരം കൂടിയാകട്ടെ എന്ന് കരുതി ഞാൻ. അല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയെ വിട്ടുകളഞ്ഞതൊന്നുമല്ല. അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം തിരിച്ചൊന്നും മറുപടി പറയാൻ കഴിയാതെ ഒരേ നിൽപ്പ് നിന്നു പൂജ. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ, ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ. ചിലരെ മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുന്നില്ലെന്ന് പറയുന്നത് ശരിയാണ്. സ്നേഹം ഒരുപാടുണ്ടെങ്കിലും പുറമേ കാണിക്കുന്നത് ഒരല്പം മാത്രമായിരിക്കും അവർ. ഗൗതമിൻ്റെ കാര്യത്തിൽ അവന് തന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായി വെറുതെ പോലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തന്നെ വല്ലാത്ത പ്രയാസമാണ് തോന്നുന്നത്. പക്ഷെ സത്യങ്ങൾ അത് അംഗീകരിച്ചല്ലേ മതിയാവൂ. ഞാൻ പറഞ്ഞില്ലേ പൂജ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന്. എനിക്കറിയാം നിന്നെ ഒരിക്കൽ പോലും കൂടെ നിർത്താൻ ഞാൻ ശ്രമിച്ചില്ലെന്ന്. പറയുന്നതാവും ഏറ്റവും വലിയ ശരി. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് പുറമെ അതിൻ്റെ ദേഷ്യം കാണിച്ചു. അങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്. എനിക്ക് തിരിച്ചറിവുണ്ടായി വന്നപ്പോഴേക്കും ഒരുപാട് മുന്നോട്ട് പോയിരുന്നു പലതും. നമ്മൾ തമ്മിൽ അതിനേക്കാൾ വലിയൊരകലവും ഉണ്ടായിക്കഴിഞ്ഞിരുന്നു പൂജ. അവൻ പെട്ടെന്ന് അവളുടെ കൈയെടുത്ത് തൻ്റെ കൈക്കുള്ളിൽ വെച്ചതും പൂജ ഞെട്ടലോടെ അവനെ മിഴിച്ചു നോക്കി. അവളുടെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി. ഗൗതമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ അവൾക്ക് എന്തോ ഒരു മടി പോലെ. അവൻ്റെ കൈക്കുള്ളിൽ അമർന്നിരിക്കുന്ന തൻ്റെ കൈയിലേക്കും അവനോടെ പകപ്പോടെ നോക്കിയവൾ നെഞ്ചു പൊട്ടിപ്പോകും പോലെ ശ്വാസം മുട്ടി ആകെ വല്ലാത്തൊരവസ്ഥയിൽ അവൾ അവനെ തന്നെ നോക്കി. കിരൺ പറഞ്ഞില്ലേ നിന്നോട് എനിക്ക് പണ്ടേ ഇഷ്ടമായതെന്ന്. ഒരു ദിവസം നീ കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് നിന്നെ ഞാൻ യാദൃച്ഛികമായി കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കിഷ്ടമായി. നിന്റെ പുറകെ നടക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് നേരെ വീട്ടിലേക്ക് ആലോചന വിട്ടത്. നിന്നെ വന്ന് പെണ്ണ് കണ്ടപ്പോൾ തന്നെ നിനക്കെന്തോ ഒരു ഇഷ്ടക്കുറവ് പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ നിന്റെ വീട്ടുകാരെ വിളിച്ച് സമ്മതം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ ഞാൻ കളഞ്ഞിരുന്നു. എത്രയും വേഗം നിന്നെ എൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനും കുറച്ച് ധൃതി കാണിച്ചെന്ന് പറയാം. അത്രയ്ക്ക് ഇഷ്ടം തോന്നിയിട്ടാണ്. പക്ഷേ അന്ന് നിന്നെയും ഒരു ചെറുപ്പക്കാരനെയും പോലീസ് സ്റ്റേഷനിൽ എന്തിനോ കൊണ്ടുവന്നെന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യമാണോ സങ്കടമാണോ എന്നറിയാതെ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിന്റെ വീട്ടുകാരുടെ പുറകെ നിന്നെ കാണാൻ ഞാൻ അവിടെ വന്നത്. ജീവിതത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. അതിൻ്റെ അമർഷം എന്നിലുമുണ്ടായിരുന്നു. പൂജയ്ക്ക് അവൻ പറയുന്നത് കേട്ട് ആകെ വല്ലായ്മ തോന്നി. അന്ന് ഗൗതമിനെ മിന്നായം പോലെ കണ്ടതാണ്. അന്നേരത്തെ മാനസികാവസ്ഥയിൽ ഗൗതമനോടായിരുന്നു ഏറ്റവും ദേഷ്യം തോന്നിയത്.
അവൻ തൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതുപോലെയാണ് തോന്നിയത്. അവൻ കാരണം കൂടിയാണ് തനിക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നെന്നുള്ള ചിന്ത എല്ലാം കൊണ്ടും ഒരു നോട്ടം നോക്കി പോന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ജാള്യത തോന്നുകയാണ്. നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാനായി നിങ്ങളുടെ ഇടയിലേക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ കിരണിനോട് സംസാരിക്കാൻ ചെന്നത്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർക്കിടയിലേക്ക് ഒരു വില്ലനായി കടന്നു ചെല്ലാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തോട് എനിക്ക് താല്പര്യവുമില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഉള്ളവരെ അത്യാവശ്യം അറിയാവുന്നത് കൊണ്ടാണ് അവനോട് സംസാരിക്കാനുള്ള അവസരം എനിക്ക് എളുപ്പത്തിൽ കിട്ടിയത് തന്നെ. അത് പല സത്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നെന്ന് തന്നെ പറയാം. തുടരും.